ഹായ്, ഡോക്ടർ ആൻലി റോസ്. IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഈ കണ്ടീഷൻസിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഭക്ഷണക്രമങ്ങളും അതുപോലെ തന്നെ ചെറിയ പൊടിക്കൈകളും നമുക്ക് നോക്കാം. ഈ IBS എന്ന അവസ്ഥയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മൾ കഴിച്ച ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, കൂടുതൽ മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ, പുളിപ്പുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ചായ, കാപ്പി ഇവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അതുപോലെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഇവയൊക്കെ നമ്മൾ ആഹാരക്രമത്തിൽ നിന്നും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതാണ്. IBS ഉള്ള ആളുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂട്ടാനായിട്ട് എല്ലാവരും കൂടുതൽ പാലും കൂടുതൽ മുട്ടയും അതുപോലെ തന്നെ മാംസാഹാരങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് ദഹനാവസ്ഥയെ കൂടുതലായിട്ട് ബാധിക്കുകയും ഈ ഒരു കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ IBS ഉള്ളപ്പോഴേക്കും ഇങ്ങനെ ദഹിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ മാനസിക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ ഔഷധം കൊണ്ടോ മാത്രം മാറ്റിയെടുക്കാവുന്നൊരു കണ്ടീഷനല്ല. ഈ IBS കൂടുതലും നമ്മുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കൂടുതൽ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് ഈ IBS ലക്ഷണങ്ങൾ കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധത്തിലുള്ളവർക്കോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഈ IBS ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് നന്നായിട്ട് കേൾക്കാൻ, അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ. അവർക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടാകും. എന്താണ് ഈ കണ്ടീഷൻ, എനിക്ക് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒത്തിരി വറീസ് ഉണ്ടാകും അവർക്ക്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് കേൾക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. IBS ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായ വ്യായാമങ്ങൾ അവർക്ക് ശീലിക്കാം. അതുപോലെ തന്നെ പ്രാണായാമ, പിന്നെ അതുപോലെ തന്നെ ചെറിയ മെഡിറ്റേഷൻസ്, യോഗ എക്സസൈസസ്, ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസസ്, അതുപോലെ തന്നെ വോക്കിങ്, പിന്നെ കൂടുതൽ മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും അത് IBSൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും.